ഹേ ഡിയേഴ്സ്, അലീഷയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാരി ഫോളിനെ കുറിച്ചാണ്. എന്താണ് സാരി ഫോൾ, എന്തിനാണ് സാരി ഫോൾ നമ്മൾ സാരിയിൽ യൂസ് ചെയ്യുന്നത്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് എന്താണ് സാരി ഫോൾ എന്ന് നോക്കാം. ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും സാരി ഫോൾ എന്താണെന്നുള്ളത്. അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ്, സ്പെഷ്യലി പുതിയതായിട്ട് സാരി ഉടുക്കാനൊക്കെ തുടങ്ങിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഒരു 4 to 5 ഇഞ്ച് വീതിയിൽ കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഒരു ക്ലോത്ത് ആണ് സാരി ഫോൾ എന്ന് പറയുന്നത്. കണ്ടാൽ നമ്മുടെ ലൈനിങ് തുണിയൊക്കെ പോലെ ഇരിക്കും. സാരി ഫോള് സാരിയുടെ ബോർഡർ ഫുള്ള് ഫിക്സ് ചെയ്യണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. സാരി ഫോള് നമ്മൾ യൂസ് ചെയ്യുന്നത് സാരിയുടെ ബോട്ടം ഭാഗത്താണ്. അതായത് നമ്മൾ സാരി ഉടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം തൊട്ട് നമ്മുടെ സെന്റർ പ്ലീറ്റ്സ് വരുന്നില്ലേ, അതുവരെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ബോട്ടം ഭാഗത്ത് സാരിയുടെ ഉള്ളിൽ ആണ് ഈ പറയുന്ന സാരി ഫോള് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അല്ലാതെ സാരി മുഴുവനായിട്ടും നമ്മൾ സാരി ഫോള് അടിച്ചു കൊടുക്കേണ്ടതില്ല. ഇനി സാരിയുടെ അതേ കളർ സാരി ഫോള് തന്നെയാണോ നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. സാരിയുടെ അതേ കളർ തന്നെയാണ് ബോർഡറിനെങ്കിൽ നമുക്ക് ആ ഒരു കളർ തന്നെ യൂസ് ചെയ്യാം. അതല്ല കോൺട്രാസ്റ്റ് ബോർഡേഴ്സ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ സാരിയുടെ ബോർഡറിന് ഏത് കളറാണോ ആ കളറുള്ള സാരി ഫോള് വേണം നമ്മൾ അടിയിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി എന്തിനാണ് സാരി ഫോള് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. സാരി ഫോള് നമ്മുടെ സാരിയുടെ ബോട്ടം പാർട്ടിന് ഒരു വെയിറ്റ് കൊടുക്കുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ സെന്റർ പീസ് നല്ല ഗ്രേസ്ഫുൾ ആയിട്ട് നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് കിടക്കുകയും ചെയ്യും. ഇതാണ് സാരി ഫോള് മെയിൻ ആയിട്ടും വെക്കുന്നതിന്റെ ഉദ്ദേശം. ഇനി ഇത് കൂടാതെ വേറെ ചില ഉപകാരങ്ങൾ കൂടിയുണ്ട്. അതായത് നമ്മൾ ചെരുപ്പിട്ട് നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ബെറി വീവിംഗ് ഒക്കെ ഉള്ള സാരി ആണെങ്കിൽ നമ്മൾ ചെരുപ്പിട്ട് നടക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ ചെരുപ്പിന്റെ എന്തെങ്കിലും വർക്കും കാര്യങ്ങളും ഒക്കെ കൊണ്ട് ആ നൂല് വലിയാനും സാരി കീറാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ ഈ സാരി ഫോള് വെക്കുമ്പോൾ നമുക്ക് സാരിയുടെ അടിഭാഗം കീറുന്നത് തടയാൻ പറ്റുന്നു. ഡയറക്റ്റ് നമ്മൾ സാരിയിലേക്ക് ചവിട്ടുന്നില്ല, പകരം ഈ സാരി ഫോളിലേക്കായിരിക്കും അത് കൊള്ളുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മൾ ചെരുപ്പിട്ട് നടക്കുമ്പോൾ നമ്മുടെ ചെരുപ്പിലെ അഴുക്കും കാര്യങ്ങളും ഒക്കെ സാരിയുടെ ബോട്ടം പാർട്ടിൽ പെട്ടെന്നാകും അല്ലേ. അപ്പം ഈ ഒരു സാരി ഫോള് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അഴുക്കും കാര്യങ്ങളൊക്കെ സാരി ഫോളിലേക്കായിരിക്കും ആവുക, ഡയറക്റ്റ് സാരിയിലേക്ക് ആവത്തില്ല. പിന്നെ നമുക്ക് ഈ ഒരു സാരി ഫോള് കുറെ നാൾ യൂസ് ചെയ്ത് അഴുക്കായി കഴിയുമ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് മറ്റൊരു സാരി ഫോൾ അവിടെ ഫിക്സ് ചെയ്യാവുന്നതാണ്. നമ്മൾ സാരി ഫോൾ അടിക്കുമ്പോൾ സാരിക്ക് ഡാമേജ് ആവാതെ സൂക്ഷിക്കണം എന്ന് മാത്രം. എല്ലാ സാരിക്കും ഈ ഒരു സാരി ഫോൾ വെക്കുന്നത് നല്ലതാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്ന് ഞാൻ പറയും. ഓർഗൻസ, നെറ്റ് സാരി പോലെയുള്ള ലൈറ്റ് വെയ്റ്റ് സാരികൾക്ക് അതിന്റെ സെന്റർ പ്ലേറ്റ്സ് നല്ല നീറ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാരി ഫോള് സഹായിക്കും. അതുപോലെ തന്നെ ഓൾറെഡി കുറച്ച് വെയിറ്റ് ഉള്ള സാരിയാണ് പറയുന്ന ബനാറസി, അതുപോലെ തന്നെ കാഞ്ചീപുരം സിൽക്ക് സാരീസ് ഒക്കെ ആണെങ്കിലും അതിന് ഡാമേജ് ആവാതെ, അതിന്റെ വീവിങ്ങിന് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സാരി ഫോള് സഹായിക്കുന്നു. ഈ പറഞ്ഞത് കൂടാതെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സാരി ഫോള് കൊണ്ടുള്ള ഉപകാരങ്ങൾ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാമേ. താങ്ക് യു.